ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് വെറൈറ്റി സ്നാക്സ് നമ്മൾ കഴിച്ചാലും നാടൻ പലഹാരത്തോട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അതുപോലെ ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അര കപ്പ് ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. പയർ വറുത്തെടുത്തു കിട്ടാം. ഇനി ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. പഴം മുറിച്ചെടുത്തു. ഇത് മാറ്റി വെക്കാം. വറുത്ത് വെച്ചേക്കണ പയർ തണുത്തുണ്ട്. ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ട് വരാം. തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കും തരി വേണം കേട്ടോ. ഒരുപാട് തരി ആവരുത്, എന്നാൽ ഒരുപാട് ഫൈനും ആവരുത്. ആ ഒരു രീതിക്ക് വേണം പൊടിക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ മുറിച്ച് വെച്ചേക്കണ പഴം ചേർത്ത് കൊടുക്കാം. പഴം നല്ലോണം നെയ്യിൽ ഉടച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഉടച്ചെടുക്കണം. പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പഴം നല്ലോണം ഉടച്ചെടുത്തു. അര കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. കുറച്ച് കാഷ്യൂ എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നാളികേരം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അര കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര ചൂടാകുമ്പോൾ ഒന്ന് ലൂസാവും. അപ്പോൾ നമുക്കതൊന്ന് തിക്കാക്കി എടുക്കും വേണം. ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ടൈറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പയറിൻ്റെ പൊടി ഫസ്റ്റ് കുറച്ച് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടിട്ട്. ബാക്കിയുള്ള പയറിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ഒന്ന് തണുക്കുമ്പോഴേക്ക് നമുക്കൊരു ബാറ്റർ റെഡിയാക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി റെഡിയാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തു. ഈ പാകത്തിന് വേണം കേട്ടോ ബാറ്റർ. ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. ആ രീതിയിൽ വേണം നമുക്ക് റെഡിയാക്കി വയ്ക്കാനായിട്ട്. മിക്സും നല്ലോണം തണുത്തു. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഈ വലിപ്പത്തിന് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. എല്ലാ മിക്സും ബോൾസ് ആക്കി എടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്ററിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ ആവശ്യത്തിന് ചൂടായിട്ട് ബോൾസ് ഓരോന്ന് മാവിൽ മുക്കി തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇട്ടതൊക്കെ റെഡി ആയിട്ട് ഓരോന്ന് സ്പേസ് വരുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു കിട്ടാം. ഉണക്കപ്പയർ നല്ല പഴുത്ത 2 പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി 4 മണി പലഹാരമൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതിനൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. നമ്മൾ എപ്പോഴും ഒരുപോലെ ചെയ്യാണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാം. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.